ഒരു മാസത്തിലേറെയായി നടത്തിവന്ന പ്രചാരണങ്ങളെല്ലാം അവസാനിച്ചതോടെ മണിക്കൂറുകളുടെ ഇടവേളക്കൊടുവിൽ തിങ്കളാഴ്ച ജനവിധി കുറിക്കാനായി പൊതുജനം പോളിംഗ് ബൂത്തിലെത്തും. ജില്ലയിലെ ഏറ്റവും വലിയ നഗരസഭയായ പൊന്നാനിയിൽ ബലാബല പോരാട്ടത്തിനാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. തീരദേശ മേഖലയിലെ 41 മുതൽ 1 വരെയുള്ള വാർഡുകളിലെ ചാഞ്ചാട്ടം ഭരണമാറ്റം നിശ്ചയിക്കും. കൂടാതെ ഇടതുകോട്ടയായ എഴുത്തിരുത്തി മേഖലയിലും ഇത്തവണ കനത്ത പോരാട്ടമാണ്. ഒരു സീറ്റിന്റെ വ്യത്യാസത്തിൽ കഴിഞ്ഞ തവണ ഇടതുപക്ഷം ഭരിച്ച മാറഞ്ചേരിയിൽ ഇത്തവണ ശ്രദ്ധേയമായ മത്സരത്തിന്റെ ജനവിധി തീരുമാനിക്കാനാണ് വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലെത്തുക. UDF ഭരിച്ചിരുന്ന വെളിയങ്കോട്, പെരുമ്പടപ്പ് പഞ്ചായത്തുകളിൽ ഇത്തവണ മാറ്റങ്ങളുണ്ടാകുമോ എന്ന് വിധിയെഴുതുന്നതും നാളെയാണ്. പൊന്നാനി നഗരസഭയിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം പൊന്നാനി AV ഹൈസ്കൂളിലും, വെളിയങ്കോട്, പെരുമ്പടപ്പ്, മാറഞ്ചേരി പഞ്ചായത്തുകളിലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിതരണം പെരുമ്പടപ്പ് KMM സ്കൂളിലും പൂർത്തിയായി. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി കൃത്യമായ സാമൂഹിക അകലം പാലിച്ചാണ് മെഷീനുകൾ നൽകിയത്. പൊന്നാനി AV ഹൈസ്കൂളിലെ 2 വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായതിനെ തുടർന്ന് മാറ്റി നൽകി. 13 വോട്ടിംഗ് മെഷീനുകളാണ് ഇതുവരെ മാറ്റി നൽകിയത്. പൊന്നാനി തെയ്യങ്ങാട് സ്കൂളിൽ ഹരിത ബൂത്തുകളും തയ്യാറായി. പെരുമ്പടപ്പ് പൊന്നാനി സ്റ്റേഷൻ പരിധിയിൽ ക്രമസമാധാനത്തിനായി പോലീസുകാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട്.